ഓ മനുഷ്യ, ഇന്നക അൻ തഹ്മിലൽ അഹ്ജാറ മഅൽ അബ്റാരി ഖൈറും മിൻ അൻ തഅകുലൽ ഖബീസ മഅൽ ഫുജ്ജാർ. നിസ്കരിക്കാത്തവന്റെ കൂടെ, നോമ്പ് നോൽക്കാത്തവന്റെ കൂടെ, ഉമ്മമാരെ തലമറക്കാത്തവളെ കൂടെ, സദാസമയത്തും ചുണ്ടിന് പുരട്ടേണ്ട ആയുധവും വാങ്ങിയിട്ട് പുരട്ടി നടക്കുന്ന പെണ്ണിന്റെ കൂടെ, അരവസ്ത്രവും പെരുവസ്ത്രവും മുക്കാൽ വസ്ത്രവുമായി നടക്കുന്നവരെ കൂടെ ജീവിച്ച് ഹോട്ടലിലും മറ്റും കയറി നല്ല ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇന്നക അൻ തഖ്കുലൽ അഹ്ജാറ മഅൽ അബ്റാർ, മഹത്തുക്കളെ കൂടെ നീ കല്ലേറ്റിക്കൊണ്ടു പോകുന്നതാണ്. ഖൈറുൻ, നിനക്ക് ഏറ്റവും ഉത്തമം, മിൻ അൻ തഖ്കുലൽ ഖബീസ മഅൽ ഫുജ്ജാർ, ദുഷിച്ച പ്രവർത്തനങ്ങളും ജീവിത രീതികളുമായി ജീവിക്കുന്ന മോഡേണിസ്റ്റുകളായ ആളുകളുടെ കൂടെ നല്ല പലഹാരം ഭക്ഷിക്കുന്നതിനേക്കാൾ, ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ, വാഹനത്തിൽ കറങ്ങുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് നല്ല മഹത്തുക്കളെ കൂടെ കല്ല് ചുമക്കലാ. കല്ല് ചുമക്കാൻ എന്തൊരു സാഹസികതയുണ്ട്. പക്ഷേ നല്ലവരെ കൂടെ കല്ല് ചുമന്നോളൂ. ആ നല്ലവരുടെ കാറ്റ് തട്ടിയിട്ട് അവരെ വിയർപ്പിന്റെ വാസന അനുഭവിച്ചിട്ട് നന്മ ചെയ്യുന്നവരുടെ വാസനയും അവരുടെ സഹവാസവും അല്ല നിന്റെ കൽബിൽ തരുന്നു. അവരെ കൊണ്ട് നിനക്ക് ആഖിറം തരുന്നു. അതേ സമയത്ത് ദുഷിച്ച ആളുകളെ കൂടെ പോയിട്ട് നീ നല്ല പലഹാരം കഴിക്കുമ്പോ, സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോ, കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെങ്കിലും നിന്റെ കൂടെയുള്ള സഹവാസികൾ ദുഷിച്ചവരാണ്, നിസ്കാരമില്ലാത്തവരാണ്, നോമ്പില്ലാത്തവരാണ്, ദീനിന്റെ സംസ്കാരങ്ങൾ മുഴുവനും പീതറിയുന്നവരാണ്, ബാപ്പയെ ഉമ്മയെ ബഹുമാനിക്കാത്തവരാണ്, കടമ തീർക്കാത്തവരാണ്, അള്ളാഹുവിൽ തന്നെ തികഞ്ഞ വിശ്വാസമില്ലാത്തവരാണ്, തമ്മാടിത്തരങ്ങൾ മുഴുവനും നല്ലതായിട്ട് അതൊക്കെ പുതിയ മുസ്ലിമിന്റെ മുഖമായിട്ട് കണ്ടിട്ട് ജീവിതത്തിലേക്ക് വലിച്ചു കൂട്ടുന്നവരാ. അവരെ സ്വഭാവങ്ങൾ അറിയാതെ നിന്റെ സംസ്കാരമായി മാറുന്നു. അവരെ ചെയ്തികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് സഹോദരാ, ഈമാന് പോകുന്ന രീതിയിൽ, ഖാത്തിമത്ത് നഷ്ടമാകുന്ന രീതിയിൽ ഒരു കൂട്ടുകാരന്റെ കൂടെയും കൂടി പോകണ്ട. നിങ്ങൾ കണ്ടില്ലേ, രണ്ട് കൂട്ടുകാരെ പറ്റി അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരന്റെ കാരണം കൊണ്ട് മറ്റേ കൂട്ടുകാരന്റെ ഈമാന് പോയി.